സംഭവ ബഹുലമായിരുന്നു ഇന്ത്യക്ക് 2024. ഉയർച്ച താഴ്ചകളും അധികാര നഷ്ടവും നേട്ടങ്ങളും കോട്ടങ്ങളും വേർപാടുകളും പോയ വർഷത്തെ സവിശേഷമാക്കി. പൊതു തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പുകളും അവകാശ പോരാട്ടങ്ങളും ദുരന്തങ്ങളും എല്ലാം കടന്ന് ഇന്ത്യ 2025 പ്രവേശിക്കുമ്പോൾ പ്രതീക്ഷയിലാണ് രാജ്യവും ജനങ്ങളും. 2024 പ്രധാന സംഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം. പ്രതിപക്ഷത്തെ അപ്രസക്തമാക്കി ഇന്ത്യൻ രാഷ്ട്രീയം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ബിജെപിയുടെ രാഷ്ട്രീയ മോഹം പൊലിഞ്ഞ വർഷമാണ് കടന്നുപോയത്. എങ്കിലും സഖ്യങ്ങളുടെ ഏകോപനം എന്ന മാന്ത്രിക വിദ്യയിലൂടെ അധികാരം നിലനിർത്താൻ ബിജെപിക്കായി. രാജ്യഭരണത്തിൽ നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴമാണ് 2024 രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടം. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം വട്ടം ഭരണം നിലനിർത്തിയ നേതാവെന്ന ഖ്യാതിക്കുടമയായി നരേന്ദ്രമോദി. നരേന്ദ്രമോദി എന്ന നേതാവിന്റെ പ്രതിച്ഛായ മുൻനിർത്തിയായിരുന്നു ഇത്തവണയും ബിജെപിയുടെ പോരാട്ടം. വർഗീയതയായിരുന്നു ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രധാന അജണ്ട. ആദ്യ 2 ടേമുകളിലും വർഗീയത ഉയർത്തി ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്ത നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴത്തിൽ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല. വൻതോതിലുള്ള സാമ്പത്തിക പിന്തുണയോടെ നടന്ന പ്രചണ്ഡമായ പ്രചരണത്തിനൊടുവിൽ ഭരണം നിലനിർത്തിയെങ്കിലും ഘടകകക്ഷികളുടെ കാരുണ്യത്തിൽ മാത്രമാണ് രാജ്യഭരണം. രാമക്ഷേത്ര നിർമ്മാണവും ഏക സിവിൽ കോഡും പൗരത്വ നിയമവും വികസനവും അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും ജനം മതേതര കാഴ്ചപ്പാടുകൾക്കൊപ്പം നിന്നതോടെ 400 സീറ്റ് എന്ന മോദിയുടെ സ്വപ്നം പൊലിഞ്ഞു. 240 സീറ്റ് മാത്രമാണ് ബിജെപിക്ക് തനിച്ച് നേടാൻ കഴിഞ്ഞത്. 40 പാർട്ടികളുടെ സഖ്യമായ NDAക്ക് ലോക്സഭയിൽ 293 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലും ഏകപക്ഷീയ അജണ്ടകൾ ഫ്രീസിൽ വെക്കേണ്ട സാഹചര്യം ഉടലെടുത്തു. 2019 ഹിന്ദി ഹൃദയഭൂമിയിലടക്കം നടത്തിയ തേരോട്ടം ആവർത്തിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞില്ല. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും തിരിച്ചടി നേരിട്ടു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായെങ്കിലും ദക്ഷിണേന്ത്യയിൽ പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാനായില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അപ്രസക്തമായി പോയ പ്രതിപക്ഷത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പും രാജ്യം കണ്ടു. തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് ആശ്വാസമായെങ്കിലും തീവ്ര ദേശീയതയോടും പച്ചയ്ക്കുള്ള വർഗീയതയോടും ജനം മുഖം തിരിച്ചത് 2024 രാജ്യത്തിന് നൽകിയ പ്രതീക്ഷയാണ്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. പ്രതിപക്ഷത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് 2024 ദേശീയ രാഷ്ട്രീയത്തെ ശ്രദ്ധേയമാക്കിയത്. ഭരണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശക്തമായി തിരിച്ചുവരാൻ പ്രതിപക്ഷത്തിനായി. UPA എന്ന പേര് മാറ്റി ഇന്ത്യ സഖ്യം എന്ന പുതിയ പേരുമായാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ വെല്ലുവിളിച്ചത്. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള കേസുകളും തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ അപര്യാപ്തതയും ഭരണപക്ഷത്തിന്റെ ഇടങ്കോലുകളും അലട്ടിയെങ്കിലും അതൊന്നും പ്രതിപക്ഷത്തിന്റെ പോരാട്ട വീര്യത്തെ തകർക്കാനായില്ല. മെരുങ്ങാത്ത മമതയെ സഖ്യത്തിന്റെ ഭാഗമായി അംഗീകരിച്ചും ഉത്തർപ്രദേശിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും വിട്ടുവീഴ്ചകൾ ചെയ്തും ചെറുപാർട്ടികളെ കൂടെ നിർത്തിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കുതിപ്പിന് തടയിടാൻ പ്രതിപക്ഷത്തിനായി. ഇന്ത്യ എന്ന പേര് തന്നെ BJP മുന്നണിക്ക് അലോസരമായി. 37 പാർട്ടികളുടെ സഖ്യം 238 സീറ്റ് നേടി ലോക്സഭയിൽ അവഗണിക്കാനാവാത്ത ശക്തിയായി. BJPയുടെ വർഗീയ അജണ്ടയും പൗരത്വ ഭേദഗതി നിയമവും ഏക സിവിൽ കോഡും തുറന്നു കാണിക്കാൻ കഴിഞ്ഞതിനൊപ്പം ജാതി സംവരണവും കർഷക പ്രശ്നങ്ങളും ഉയർത്തിയതും ഇന്ത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ ഗുണകരമായി.
കേരളത്തിലടക്കം തെക്കേ ഇന്ത്യയിൽ മേൽക്കൈ നിലനിർത്തിയതും ബംഗാളിലെ മമതാ തരംഗവും യു പിയിലെയും മഹാരാഷ്ട്രയിലെയും സീറ്റ് നേട്ടവും ഇന്ത്യ സഖ്യത്തിന് തുണയായി. മതേതര വോട്ടുകളുടെ ഏകോപനവും വർഗീയതയോട് വോട്ടർമാർ മുഖം തിരിച്ചതും പ്രതിപക്ഷ മുന്നേറ്റത്തിന് സഹായകമായി. പാർലമെന്റിൽ ഭരണപക്ഷത്തെ കൂച്ചുവിലങ്ങിട്ട ഒരു പ്രതിപക്ഷത്തെയാണ് 2024 കടന്നുപോകുമ്പോൾ രാജ്യം കാണുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഉദയം കണ്ട വർഷമാണ് 2024. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകി ബിജെപിയുടെ തേരോട്ടം തടയാൻ രാഹുലിന് കഴിഞ്ഞു. ഭാവി പ്രധാനമന്ത്രി എന്ന പ്രതിനിധി ജനിപ്പിക്കാനും രാഹുലിനായി. विश्वास है जन जन में मन की आस है अब तोड़ ना सके कोई हमें ये हाथ से जुड़ते हाथ हैं हम दिल की 2024 രാഷ്ട്രീയ താരമാരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ: രാഹുൽ ഗാന്ധി. ഭരണപക്ഷം പപ്പു എന്നും യുവരാജ എന്നും പരിഹസിച്ച രാഹുലിന്റെ തിരിച്ചുവരവിനാണ് 2024 സാക്ഷ്യം വഹിച്ചത്. ഭാരത് ജോഡോ യാത്രയിലൂടെ ജനമനസ് കീഴടക്കിയ രാഹുലിന്റെ പട്ടാഭിഷേകത്തിനാണ് ഇന്ത്യ തെരഞ്ഞെടുപ്പിന് ശേഷം സാക്ഷ്യം വഹിച്ചത്. നെഹ്റുവിന്റെ പ്രപൗത്രൻ ഇന്ത്യയുടെ നിഴൽ പ്രധാനമന്ത്രിയായി. 2019 തോൽവിയെ തുടർന്ന് പാർലമെന്റിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയാകാനുള്ള അംഗബലം പോലും നഷ്ടപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷ പദവും ഒഴിഞ്ഞ് രാഹുൽ രാഷ്ട്രീയ വനവാസത്തിൽ നിന്നാണ് തിരിച്ചുകയറിയത്. രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയ ഭാരത് ജോഡോ യാത്രയാണ് രാഹുലിനെ ജനകീയനാക്കിയത്. ഭാരത് ജോഡോ യാത്രയാണ് പ്രതിപക്ഷ ഏകോപനത്തിനും വഴിവെച്ചത്. രാജ്യത്ത് ഒരു നേതാവും ഇതുപോലെ ജനപദങ്ങൾ താണ്ടി ജനങ്ങളോട് നേരിട്ട് സംവാദം നടത്തിയിട്ടില്ല. ആദ്യഘട്ടം കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെയും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെയും നടന്ന രാഹുൽ ജനമനസ്സുകളിൽ ഇടം പിടിച്ചു. വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കാനിറങ്ങിയ രാഹുലിന് മുദ്രാവാക്യത്തിനുമപ്പുറത്തേക്ക് ജനഹൃദയങ്ങൾ കീഴടക്കാൻ കഴിഞ്ഞു. നെഹ്റുവിയൻ മൂല്യങ്ങളെ തൂത്തെറിയാൻ ശ്രമം നടക്കുമ്പോൾ രാജ്യം നെഹ്റുവിന്റെ ഇളമുറക്കാരനെ നെഞ്ചിലേറ്റി എന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തെരഞ്ഞെടുപ്പുകൾ ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ പിന്തുടർച്ചകൾക്ക് അവസാനം കുറിക്കും. അത്തരമൊരു തെരഞ്ഞെടുപ്പിനാണ് 2024 ഒഡീഷ സാക്ഷ്യം വഹിച്ചത്. ഒഡീഷയിൽ നവീൻ പട്നായിക് തോറ്റ് പടിയിറങ്ങി. ജനതാ പരിവാർ കുടുംബത്തിലെ തലമുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയുമായിരുന്ന ബിജു പട്നായിക്കിന്റെ മകനാണ് നവീൻ പട്നായിക്. 5 വട്ടം ഒഡീഷ മുഖ്യമന്ത്രിയായ നവീൻ ഈ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയായ ബിജു ജനതാ ദളിന് അധികാരം നഷ്ടമായതോടെ അധികാരത്തിൽ നിന്ന് പുറത്തായി. 24 വർഷം ഒഡീഷ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക് പിതാവിന്റെ മരണത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയായത്. 1997 ബിജു ജനതാദളിനെ പിളർത്തി പിതാവിന്റെ പേരിൽ പാർട്ടി രൂപീകരിച്ചതോടെയാണ് നവീൻ യുഗം ഒഡീഷയിൽ ആരംഭിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച നവീൻ ഒന്നിൽ പരാജയം രുചിച്ചു.
രാഷ്ട്രീയത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് തോൽവി അവിവാഹിതനായ നവീൻ പട്നായിക്കിന് പാർട്ടിയിൽ പിന്തുടർച്ചക്കാരുമില്ല. നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരി പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലെത്തിയതാണ് 2024 മറ്റൊരു രാഷ്ട്രീയ സംഭവം. രാഹുൽ ഒഴിഞ്ഞ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക തെരഞ്ഞെടുപ്പോടെ വയനാടും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായി. പ്രിയങ്കയെ കാണുമ്പോൾ ഇന്ദിരാഗാന്ധിയെയാണ് ഓർമ്മ വരിക. ഇന്ദിരയുടെ മുഖഛായയും ഹെയർ സ്റ്റൈലും പ്രസരിപ്പും പ്രിയങ്കയ്ക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. വയനാട്ടിലെ വോട്ടർമാർ 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷം നൽകിയാണ് പ്രിയങ്കയെ പാർലമെന്റിലേക്ക് അയച്ചത്. मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ, सत्यनिष्ठा से प्रतिज्ञा करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगी. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूँगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक നിർവഹൻ കരുങ്ങി. 2019 AICC ജനറൽ സെക്രട്ടറി ആയതോടെയാണ് പ്രിയങ്കയുടെ ഔദ്യോഗിക രാഷ്ട്രീയ പ്രവേശം. രാജീവ് ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രത്യക്ഷപ്പെട്ട പ്രിയങ്ക സോണിയയ്ക്കും രാഹുലിനും വേണ്ടി പ്രചരണം നയിച്ചിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഗോതിയിലിറങ്ങുന്നത് 52-ാം വയസ്സിലാണ്. വിഷയങ്ങളിൽ കുറിക്കുകൊള്ളുന്ന മറുപടിയും പെട്ടെന്നുള്ള പ്രതികരണവുമാണ് പ്രിയങ്കയെ വ്യത്യസ്തയാക്കുന്നത്. പാർലമെന്റിൽ ഭരണഘടനാ ചർച്ചയിൽ പ്രതിപക്ഷത്തു നിന്നുള്ള ആദ്യ നിയോഗം പ്രിയങ്കയ്ക്കായിരുന്നു. संभल के कुछ लोग आए थे हमसे मिलने जो मृतकों के परिवार के सदस्य थे. उसमें 2 बच्चे थे, अदनान और उजैर. एक बच्चा मेरे बच्चे की उम्र का है, दूसरा उससे छोटा 17 साल का है. अगर लोकसभा में ये नतीजे नहीं आए होते तो ये संविधान बदलने का काम भी शुरू कर लेते. सच्चाई ये है अध्यक्ष महोदय कि आज संविधान 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 बार बार इसलिए कह रहे हैं क्योंकि इस चुनाव में इनको पता चल गया कि इस देश की जनता ही इस संविधान को सुरक्षित रखेगी. പലസ്തീൻ ബാഗുമായി ലോക്സഭയിലെത്തിയ പ്രിയങ്ക തന്റെ നിലപാട് വ്യക്തമാക്കാനും മടി കാണിച്ചില്ല. പാർലമെന്റിൽ രാഹുലിനേക്കാൾ വലിയ തലവേദനയായി BJP കാണുന്നത് പ്രിയങ്കയെയാണ്. പ്രിയങ്കയെ വിജയിപ്പിച്ചതോടെ നെഹ്റു കുടുംബത്തിൽ നിന്ന് 2 പേരെ പാർലമെന്റിലേക്ക് എത്തിച്ചെന്ന ഖ്യാതി വയനാടിനും സ്വന്തമായി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കായിക മേഖലയിലെ ലൈംഗിക അതിക്രമത്തിനെതിരെ രംഗത്തിറങ്ങിയ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ പോരാട്ടവും രാഷ്ട്രീയ പ്രവേശനവുമാണ് 2024 എടുത്തു പറയാവുന്ന ഒരു സംഭവം. BJP നേതാവും ഒളിമ്പിക് അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായ ബ്രിജ് ഭൂഷണെതിരെ രംഗത്തു വന്ന വിനേഷ് ഫോഗട്ട് ഹരിയാനയിൽ നിന്നാണ് നിയമസഭയിലെത്തിയത്. കായിക രംഗം വിട്ട വിനേഷ് ഫോഗട്ട് കോൺഗ്രസിൽ ചേർന്നതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലിറങ്ങിയത്. കായിക താരങ്ങളുടെ പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയായി. ബ്രിജ്ഭൂഷണെ BJP സീറ്റ് നിഷേധിച്ചു. കശ്മീരിൽ 10 വർഷത്തിനു ശേഷം 2024 തെരഞ്ഞെടുപ്പ് നടന്നതാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ എടുത്തു പറയാവുന്ന ഏട്. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി കേന്ദ്ര ഭരണത്തിന് കീഴിലായ സംസ്ഥാനത്ത് സുപ്രീം കോടതി ഇടപെടലോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കാൻ വിസമ്മതിച്ച കോടതി സംസ്ഥാന പദവി തിരിച്ചു നൽകാൻ ഉത്തരവിടുകയായിരുന്നു. സംസ്ഥാനത്തെ കശ്മീർ, ജമ്മു, ലഡാക്ക് എന്നിങ്ങനെ 3ആയി വിഭജിച്ച് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലായി നിലനിർത്താനുള്ള കേന്ദ്ര നീക്കത്തിനാണ് തിരിച്ചടി നേരിട്ടത്. സെപ്റ്റംബറിൽ 3 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ് നടന്നത്. ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കെ ഒരനിഷ്ടവും സംഭവങ്ങളും ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്.
തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് നേതൃത്വം നൽകിയ ഇന്ത്യ സഖ്യം 49 സീറ്റുമായി അധികാരം പിടിച്ചു. നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള 3ാം തവണ മുഖ്യമന്ത്രിയായി. ജമ്മുവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച BJP 29 സീറ്റ് നേടി. അധികാരം കിട്ടിയില്ലെങ്കിലും BJPക്കാണ് ഉയർന്ന വോട്ട് വിഹിതം. 25% കാശ്മീരിൽ ഒരിടവേളയ്ക്ക് ശേഷം അധികാരം ജനങ്ങൾക്ക് കൈമാറിയത്. ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണ് കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം പ്രതിപക്ഷ സഖ്യത്തിന് നിലനിർത്താനാവാത്ത കാഴ്ചയാണ് 2024 അവസാനിക്കുമ്പോൾ കാണുന്നത്. ഹരിയാനയിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യത്തിന് മുന്നേറാനായില്ല. സഖ്യത്തിൽ ചില കല്ലുകടികളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം തിരഞ്ഞെടുപ്പ് നടന്ന ആന്ധ്രയിൽ കാലിടറിയ ഇന്ത്യ സഖ്യത്തിന് അരുണാചലിലും സിക്കിമിലും ഒഡീഷയിലും നേട്ടമുണ്ടാക്കാനായില്ല. ആന്ധ്രയിൽ മുഖ്യമന്ത്രിയായിരുന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ശർമിളയെ കോൺഗ്രസ് ഇറക്കിയെങ്കിലും ക്ലച്ച് പിടിച്ചില്ല. ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ NDA സഖ്യം ആന്ധ്ര തൂത്തുവാരി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ ഹരിയാനയിൽ ഒക്ടോബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ആദ്യം മുന്നിട്ടു നിന്നെങ്കിലും പിന്നീട് ഭരണം BJPക്ക് അടിയറ വെച്ചു. പാർട്ടിയിലെ പടലപ്പിണക്കവും സഖ്യത്തിലെ അസ്വാരസ്യവുമാണ് തിരിച്ചടിയായത്. മഹാരാഷ്ട്രയിൽ നവംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിലും തോറ്റമ്പി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പാഠം ഉൾക്കൊണ്ട് BJP നടത്തിയ ഗൃഹപാഠവും തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും പ്രധാനമന്ത്രി മോദി അടക്കമുള്ളവർ നടത്തിയ പ്രചാരണവും BJPക്ക് കരുത്തായി. ജാർഖണ്ഡിൽ JMMന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ഭരണം നിലനിർത്തി. JMMനെ പിളർത്തി മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറനെ BJP സ്വന്തം ക്യാമ്പിലെത്തിച്ചെങ്കിലും വിജയിക്കാനായില്ല. ഗിരിവർഗ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അമിത്ഷായുടെയും മോദിയുടെയും പ്രചാരണങ്ങളും NDAക്ക് തിരിച്ചടിയായി. 2024 അവസാനിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിലും ചില ഭിന്നസ്വരങ്ങൾ കേട്ടു. ഇന്ത്യ സഖ്യത്തിൽ ഒത്തൊരുമയില്ലെന്ന ആക്ഷേപമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നത്. സഖ്യത്തെ നയിക്കാൻ തയ്യാറാണെന്ന മമതയുടെ പ്രസ്താവനയെ RJD നേതാവ് ലാലു യാദവ് സ്വാഗതം ചെയ്തത് കോൺഗ്രസിനൊരു മുന്നറിയിപ്പാണ്. അഴിമതി കേസുകളിൽ 2024 2 മുഖ്യമന്ത്രിമാരാണ് ജയിലടി എണ്ണിയത്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളും അനധികൃത ഭൂമി ഇടപാട് കേസിൽ ഹേമന്ത് സോറനും അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിമാർ ജയിലിലാവുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ്. അന്വേഷണ ഏജൻസികളുടെ വേട്ടയാടലിന്റെ ഇരകളാണ് ഇരുവരും. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പങ്കുണ്ടെന്നാരോപിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത്. രാജ്യത്ത് അധികാരത്തിലിരിക്കെ അറസ്റ്റിലായി ജയിലിലടയ്ക്കപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ. ഡൽഹി സർക്കാരിന് കീഴിലായിരുന്ന മദ്യവിതരണം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതാണ് ED CBI കേസുകൾക്ക് വഴിവെച്ചത്. ഗൂഢാലോചനയാണ് കെജ്രിവാളിനെതിരെ ചുമത്തിയ കുറ്റം. ഡൽഹി സർക്കാരിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ളവർ ജയിലിലടയ്ക്കപ്പെട്ടു. ഒടുവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയപ്പോഴാണ് കെജ്രിവാളിന് പിടിവീണത്. മാർച്ചിൽ അറസ്റ്റിലായ കെജ്രിവാളിന് നിയമ പോരാട്ടത്തിനൊടുവിൽ 5 മാസം കഴിഞ്ഞ് സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ EDയുടെ അപേക്ഷയിൽ കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ ഗവർണർ അനുമതിയും നൽകി. കെജ്രിവാളിനെതിരെ എന്തു തെളിവാണുള്ളതെന്ന് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതിയും ചോദിച്ചിട്ടുണ്ട്. ഭൂമി ഇടപാട് കേസിലാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ പിടിവീണത്. റാഞ്ചിയിലെ ബജ്ര ഏരിയയിലെ പ്രതിരോധ വകുപ്പിന്റെ 7 ഏക്കറിലധികം ഭൂമി അനധികൃതമായി ഭൂമാഫിയയ്ക്ക് കൈമാറിയതിൽ പങ്കുണ്ടെന്നും കള്ളപ്പണം വെളുപ്പിച്ചെന്നും ആരോപിച്ചാണ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത്. ജനുവരിയിൽ അറസ്റ്റിലായ സോറന് 6 മാസം കഴിഞ്ഞാണ് ജാമ്യം കിട്ടിയത്. സോറനെതിരെ ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും ED സുപ്രീം കോടതിയെ സമീപിച്ചു. ഒടുവിൽ സുപ്രീം കോടതിയാണ് സോറന് ജാമ്യം അനുവദിച്ചത്. രാജിവെച്ച സോറൻ തിരികെ എത്തി മുഖ്യമന്ത്രിയായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിച്ചതോടെ വീണ്ടും മുഖ്യമന്ത്രിയായി. हेमंत सोरेन सत्य निष्ठा से प्रतिज्ञा करता हूं कि मैं झारखंड राज्य के मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्धि अंतःकरण से निर्वहन करूंगा. പുതിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഉദയവും അസ്തമനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുത്തരിയല്ല. സിനിമ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള തമിഴ്നാട്ടിലാണ് 2024 പുതിയ രാഷ്ട്രീയ ഉദയം.
എംജിആറിന്റെയും ജയലളിതയുടെയും കമലഹാസന്റെയും പാത പിന്തുടർന്ന് നടൻ വിജയാണ് തമിഴക വെട്രിക്കഴകം എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചത്. വില്ലുപുരം ജില്ലയിലെ വിക്രവാണ്ടിയിൽ നടന്ന വൻ സമ്മേളനത്തോടെയാണ് വിജയ് തന്റെ വരവറിയിച്ചത്. 10 ലക്ഷത്തോളം പേരാണ് സമ്മേളനത്തിലെത്തിയത്. വിജയ് ഫാൻസ് അസോസിയേഷനാണ് പാർട്ടിയുടെ അടിത്തറ. തമിഴ്നാട്ടിലെ ദളിതരാണ് പാർട്ടിയുടെ വോട്ട് ബാങ്ക്. ഇടതുപക്ഷ ചായവും അംബേദ്കറിസവുമാണ് പാർട്ടിയുടെ മുഖമുദ്ര. ദ്രാവിഡ പാർട്ടികൾ അഴിമതി ഒരു കലയാക്കി മാറ്റിയെന്നാണ് വിജയ് തന്റെ പ്രധാന ആരോപണം. 2026 തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുകയാണ് തമിഴക വെട്രിക്കഴകത്തിന്റെ ലക്ഷ്യം. ദ്രാവിഡ രാഷ്ട്രീയം വേരൂന്നിയ തമിഴകത്ത് വിജയിന്റെ പാർട്ടി പച്ച പിടിക്കുമോ എന്നത് കണ്ടറിയണം. 2024 കടന്നു പോകുമ്പോൾ രാജ്യത്തിന് വലിയൊരു ആശ്വാസമായത് ഇന്ത്യ ചൈന അതിർത്തിയിലെ സൈനിക പിന്മാറ്റമാണ്. ഇരു രാജ്യങ്ങളും നിയന്ത്രണ രേഖയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി ഇരു രാഷ്ട്രത്തലവന്മാരും കൂടിക്കാണുന്നതിന് മുൻപായി സൈന്യത്തെ പിൻവലിക്കുകയായിരുന്നു. 2020 അതിർത്തിയിൽ ആരംഭിച്ച സംഘർഷത്തിനാണ് 4 വർഷത്തിന് ശേഷം അറുതിയായത്. ലഡാക്കിലെ പാങ്കോങ് തടാകക്കരയിലും ഗൽവാൻ നദിക്കരയിലുമായിരുന്നു പ്രധാന സംഘർഷം. ഗൽവാൻ നദിക്കരയിലെ ഏറ്റുമുട്ടലിൽ ഇരുഭാഗത്തും ആൾനാശമുണ്ടായി. സൈനികരെ പരസ്പരം ബന്ദികളാക്കി. 45 വർഷത്തിന് ശേഷം അതിർത്തിയിൽ പരസ്പരം വെടിവെപ്പുണ്ടായി. ഇരു രാജ്യങ്ങളും പിന്നീട് സമാധാന ചർച്ചകളിലേക്ക് കടന്നു. സൈനിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും നടന്ന ചർച്ചകൾക്കൊടുവിൽ ദെപ്സാങ് ഡംപ് ചോക്ക് മേഖലകളിൽ നിന്നും സൈന്യങ്ങൾ പൂർണ്ണമായും പിന്മാറി. അതിർത്തിയിൽ പട്രോളിംഗിനും ധാരണയായി. തെരഞ്ഞെടുപ്പ് വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനം കുറച്ചില്ല. 2023 6 രാജ്യങ്ങൾ കൂടുതൽ സന്ദർശിച്ചു. മോദി സർക്കാരിന്റെ കാലയളവിൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ കാര്യമായി ഉയർന്നു. ഇന്ത്യയുടെ ശബ്ദത്തിന് ലോകരാജ്യങ്ങൾ കാതുകൊടുക്കുന്നു എന്നത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വീകാര്യതയാണ് എടുത്തുകാട്ടുന്നത്. തെരഞ്ഞെടുപ്പ് വർഷമായിരുന്ന 2024 പ്രധാനമന്ത്രി 17 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. അമേരിക്കയും റഷ്യയും യുക്രൈനും ഇറ്റലിയും അടക്കം 6 യൂറോപ്യൻ രാജ്യങ്ങൾ, കുവൈറ്റ് അടക്കം 3 ഗൾഫ് രാജ്യങ്ങൾ, 3 ആഫ്രിക്കൻ രാജ്യങ്ങൾ, ബ്രസീൽ, സിംഗപ്പൂർ, വിയറ്റ്നാം എന്നിവിടങ്ങളിലേക്കുമായിരുന്നു യാത്ര. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, യുക്രൈൻ പ്രധാനമന്ത്രി വ്ളോഡിമിർ സെലൻസ്കി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന നിലപാടാണ് പ്രധാനമന്ത്രി വിദേശ സന്ദർശനങ്ങളിൽ പ്രധാനമായി മുന്നോട്ട് വച്ച സന്ദേശം. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി പുടിനോട് ആവശ്യപ്പെട്ടു. ഏറ്റവും അവസാനം നടത്തിയ വിദേശയാത്ര കുവൈറ്റിലേക്കായിരുന്നു. രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ മുബാറക് നൽകി കുവൈറ്റ് പ്രധാനമന്ത്രിയെ ആദരിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രി ഇന്ത്യൻ തൊഴിലാളികളുടെ ലേബർ ക്യാമ്പും സന്ദർശിച്ചു. കുടുംബത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ 140 കോടി കുടുംബങ്ങൾക്കു വേണ്ടിയാണ് തന്റെ കഠിനാധ്വാനമെന്നും പ്രധാനമന്ത്രിയെന്നും രാജ്യത്തിനു വേണ്ടി അധ്വാനിക്കണമെന്നും മോദി തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തു. ിൽ 10 രാഷ്ട്ര തലവന്മാരാണ് ഇന്ത്യ സന്ദർശിച്ചത്. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ ദിസനായരെ, പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ജർമ്മൻ ചാൻസലർ ഒലോഫ് ഷോൾസ്, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു, ഭൂട്ടാൻ രാജാവ് നംഗേൽ വാങ്ചുക്, സ്പാനിഷ് പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസ്, വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാം മിൻ ചിൻ തുടങ്ങിയവരാണ് ഡൽഹിയിൽ ആതിഥ്യമരുളിയത്. ആ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കിയതിനൊപ്പം പ്രതിരോധമടക്കം തന്ത്രപ്രധാന മേഖലകളിലെ സഹകരണവും ഇന്ത്യ ഉറപ്പാക്കി.
2024 രണ്ട് രാജ്യങ്ങളുമായുള്ള സൗഹൃദം ഇന്ത്യക്ക് കല്ലുകടിയായി. കാനഡയും ബംഗ്ലാദേശും തമ്മിലുള്ള സംഘർഷമാണ് ഉലഞ്ഞത്. വിദ്യാർത്ഥി പ്രക്ഷോഭം കലുഷിതമാക്കിയ ബംഗ്ലാദേശിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ട് പലായനം ചെയ്ത പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധമുലയാൻ പ്രധാന കാരണം. ബംഗ്ലാദേശിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നതോടെ ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ സഹായം തേടുകയായിരുന്നു. ദീർഘകാല സുഹൃത്തായ ഹസീനയെ ഇന്ത്യ കൈവിട്ടില്ല. ഹസീന ഇന്ത്യയിലേക്ക് കടന്നതിന് പിന്നാലെയുണ്ടായ പ്രതിഷേധങ്ങളിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഇസ്കോൺ നേതാവ് ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തു. ഇതെല്ലാം തന്നെ ബന്ധങ്ങളിൽ കല്ലുകടിയായി. ഇസ്ലാമിസ്റ്റുകളും ഇന്ത്യയുടെ ശത്രുക്കളായ ചില വിദേശ രാജ്യങ്ങളും കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ കൊലപാതകമടക്കം കേസുകൾ നേരിടുന്ന ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന ആവശ്യത്തിൽ വരെ എത്തി നിൽക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം. ദീർഘകാല സുഹൃത്തായ കാനഡയുമായുള്ള ബന്ധം വഷളായതാണ് നയതന്ത്ര രംഗത്തെ ഇന്ത്യക്കേറ്റ മറ്റൊരു തിരിച്ചടി. പഞ്ചാബിലെ ഖലിസ്ഥാൻ തീവ്രവാദത്തിന് ആളും അർത്ഥവും നൽകുന്ന സിഖ് സമൂഹം കാനഡയിലാണ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്ന ശക്തികളെ ഇന്ത്യ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്നും ഖലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജറുടെ കൊലയ്ക്ക് പിന്നിൽ ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണം ഉന്നയിച്ചതോടെയാണ് ബന്ധം വഷളായത്. ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയും എണ്ണം വെട്ടിക്കുറച്ചും നിഴൽ യുദ്ധം തുടരുകയാണ്. ബന്ധം വഷളായതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കാനഡ പൊതുവായ ചില നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റിൻ ട്രൂഡോയുടെ പോര് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യയുമായുള്ള നയതന്ത്ര സംഘർഷം ട്രൂഡോയ്ക്കും തിരിച്ചടിയായി. സർക്കാരിനെ വലിച്ചിടാനുള്ള നീക്കത്തിലാണ് ചില സഖ്യകക്ഷികളും പ്രതിപക്ഷവും. 2024 ഇന്ത്യൻ വ്യവസായ ലോകത്തെ പിടിച്ചുകുലുക്കിയത് ശതകോടീശ്വരൻ ഗൗതം അദാനിക്കെതിരായ ആരോപണമാണ്. ഷെൽ കമ്പനി രൂപീകരിച്ച് ഹ്രസ്വകാല ഓഹരികൾ വാങ്ങിക്കൂട്ടി പിന്നീട് വിറ്റ് ലാഭം കൊയ്യലും വിപണിയിലെ കൃത്രിമവുമാണ് അദാനിക്കെതിരെ ഹിൻഡൻബർഗ് ഉയർത്തിയത്. ആരോപണത്തിന് പിന്നാലെ $150 ബില്യൺ നഷ്ടമാണ് അദാനിക്കുണ്ടായത്. ആരോപണം ഇന്ത്യൻ വിപണിയെയും ഉലച്ചു. സുപ്രീം കോടതി ഇടപെട്ട് അന്വേഷണവും നിയന്ത്രണവും കർശനമാക്കിയതിന് പിന്നാലെയാണ് സെബി ചെയർമാൻ മാധവി പുച്ചിനും ഭർത്താവിനും അദാനിയുടെ ഷെൽ കമ്പനികളിൽ ഓഹരിയുണ്ടെന്ന പുതിയ ആരോപണം ഉയർന്നത്. പിന്നാലെ അദാനിക്കെതിരെ അമേരിക്കയ്ക്ക് വഞ്ചനയ്ക്കും തട്ടിപ്പിനുമെതിരെ കേസെടുത്തു. സൗരോർജ്ജ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നാണ് കേസ്. ഇതും അദാനി ഓഹരിക്കും ഇന്ത്യൻ വിപണിക്കും തിരിച്ചടിയായി. ആരോപണം ഏറ്റുപിടിച്ച പ്രതിപക്ഷം കേന്ദ്ര സർക്കാർ അദാനിയെ സംരക്ഷിക്കുകയാണോ എന്ന ആരോപണത്തിൽ പാർലമെന്റ് സമ്മേളനം സ്തംഭിച്ചു. അദാനി വിഷയം അടുത്ത വർഷവും ദേശീയ രാഷ്ട്രീയത്തെ കലുഷിതമാക്കാനാണ് സാധ്യത. 2024 രാജ്യത്തിന്റെ നോവായി മണിപ്പൂർ തുടരുകയാണ്. സംവരണത്തിന്റെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം വർഷം പിന്നിടുമ്പോഴും വംശഹത്യ തുടരുകയാണ്. മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 258 പേരാണ് മരിച്ചത്. ഇത് ഔദ്യോഗിക കണക്കാണ്. കാണാതായ 28 പേരെക്കുറിച്ച് വിവരമില്ല. 1500 പേർക്ക് പരിക്കേറ്റു. 60,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 10,000-കണക്കിന് പേർ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തു. പള്ളികളും ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടു. 5000-ഓളം വീടുകൾ തകർക്കപ്പെട്ടു. നവംബറിൽ കലാപം രൂക്ഷമായതോടെ കേന്ദ്രം ഇടപെട്ട് കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുകയാണ്. പല ജില്ലകളിലും പരിശോധനകളും തുടരുന്നുണ്ട്. 2025 മണിപ്പൂർ ശാന്തമാകുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. സ്ത്രീ സുരക്ഷയിലും സ്ത്രീ ശാക്തീകരണവും വാചകമടിയിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് ഈ വർഷവും ഇന്ത്യ കണ്ടത്. 2024 ബലാത്സംഗത്തിനും ലൈംഗികാതിക്രമത്തിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല. നിയമങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും സ്ത്രീക്ക് തുണയാകുന്നില്ല. പരിഷ്കൃത ലോകം സ്ത്രീ സൗഹൃദമാകുമ്പോൾ തങ്ങൾ അങ്ങനെയൊക്കെയാണെന്ന് നടിക്കുകയും എന്നാൽ സ്ത്രീയെ ഭോഗവസ്തുവായി കാണുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ തുടരുകയാണ്. ഓരോ വർഷവും നിർഭയമാരുടെ എണ്ണം ഇന്ത്യയിൽ കൂടി വരികയാണ്. ഇന്ത്യയിൽ പ്രതിവർഷം 30,000-ലധികം ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. ലൈംഗിക അതിക്രമങ്ങൾ വേറെയും. പരിക്കേറ്റ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന പെൺകുട്ടികൾക്ക് നേരെ പോലും കണ്ണില്ലാത്ത ക്രൂരതയാണ് കാണുന്നത്. കൊൽക്കത്തയിലെ അർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതാണ് 2024 രാജ്യത്തെ നടുക്കിയ സംഭവം.
പോലീസിന് വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകനായ യുവാവാണ് ഡോക്ടറെ ബലാത്സംഗം ചെയ്തത്. കൃത്യം നടന്ന സ്ഥലം തന്നെ ഇല്ലാതാക്കി തെളിവും നശിപ്പിച്ചു. ഡോക്ടർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് കേസിൽ തുടർ നടപടികളുണ്ടായത്. നിർഭയ കേസിലേതുപോലെ രാജ്യവ്യാപക പ്രതിഷേധമാണ് നടന്നത്. ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ക്രിസ്മസ് തലേന്ന് രാത്രി ക്യാമ്പസിൽ സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥിനിയാണ് അതിക്രമത്തിനിരയായത്. പുറത്തുനിന്ന് ക്യാമ്പസിൽ നുഴഞ്ഞുകയറിയ കുറ്റവാളിയാണ് പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. സുരക്ഷാ വീഴ്ചയ്ക്കാണ് ഇവിടെ പഴി. ബലാത്സംഗ കേസുകളിൽ വിചാരണ നീളുന്നതും കടുത്ത ശിക്ഷയില്ലാത്തതും കുറ്റവാളികൾക്ക് തണലാണ്. രാജ്യം കണ്ട പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്ന് കർഷക സമരമാണ്. ചലോ ദില്ലി എന്നു പേരിട്ട മാർച്ച് പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് എങ്ങും എത്തിയില്ലെങ്കിലും പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിന് തലവേദനയായി തുടരുകയാണ്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകരാണ് സമരരംഗത്തുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയം തിരുത്തുക, ഉൽപ്പന്നങ്ങളുടെ തറവില ഉയർത്തുക, കൃഷിഭൂമി ഏറ്റെടുക്കൽ അവസാനിപ്പിക്കുക, ഏറ്റെടുത്ത ഭൂമിക്ക് ന്യായവില ഉറപ്പാക്കുക, വായ്പകൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഹരിയാന, പഞ്ചാബ് അതിർത്തിയിൽ പോലീസ് പ്രതിരോധം ഉയർത്തുന്നതിനാൽ കർഷകർക്ക് ഡൽഹിയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും കർഷകർ സമരത്തിലാണ്. കർണാടകയിലെ ദേനവനഹള്ളിയിൽ സമരം 1000 ദിവസം പിന്നിട്ടു. ഭൂമി ഏറ്റെടുക്കലിനെതിരെയാണ് ഇവിടെ സമരം. പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദൽ വധശ്രമത്തിൽ നിന്ന് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടതാണ് ഈ വർഷത്തെ മറ്റൊരു സംഭവം. അകാലിദൾ പഞ്ചാബിൽ അധികാരത്തിലിരുന്ന കാലയളവിൽ സർക്കാരിന്റെ വീഴ്ചകൾക്ക് സിഖ് സമുദായത്തിന്റെ പരമോന്നത സമിതിയായ അകാൽത്തിക്ക് ബാദലിന് ശിക്ഷ വിധിച്ചു. സുവർണ ക്ഷേത്രത്തിലും ഗുരുദ്വാരകളിലും സന്നദ്ധ സേവനമായിരുന്നു ശിക്ഷ. കുന്തവുമേന്തി ക്ഷേത്ര കവാടത്തിൽ കാവൽ, പാത്രം കഴുകൽ, ചെരുപ്പ് തുടയ്ക്കൽ തുടങ്ങിയവയായിരുന്നു ശിക്ഷ. സുവർണ ക്ഷേത്ര കവാടത്തിൽ കുന്തവുമേന്തി വീൽചെയറിലിരുന്ന സുഖ്ബീർ സിംഗിന് നേരെ ഖലിസ്ഥാൻ തീവ്രവാദി നരേൻ സിംഗാണ് വെടിയുതിർത്തത്. അംഗരക്ഷകൻ നരേൻ സിംഗിനെ പിടിച്ചു തള്ളിയതിനാൽ ബാദലിന് വെടികൊണ്ടില്ല. 2024 ഇന്ത്യൻ സുപ്രീം കോടതി ഒരു ചീഫ് ജസ്റ്റിസിന്റെ പടിയിറക്കത്തിനും ഒരു ചീഫ് ജസ്റ്റിസിന്റെ ആരോഹണത്തിനും സാക്ഷ്യം വഹിച്ചു. രാജ്യത്തിന്റെ 50ാമത് ചീഫ് ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നവംബറിലാണ് വിരമിച്ചത്. ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് വി ചന്ദ്രചൂഡിന്റെ മകനായ DY ചന്ദ്രചൂഡ് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നാണ് സുപ്രീം കോടതിയിലെത്തിയത്. 2 വർഷ കാലയളവിൽ അയോധ്യ, ശബരിമല, ഇലക്ട്രൽ ബോണ്ട്, സ്വവർഗ വിവാഹം, സ്വവർഗരതി, കാശ്മീരിന്റെ ഭരണഘടനാ പദവി തുടങ്ങിയ സുപ്രധാന കേസുകളിൽ അദ്ദേഹം വിധി പറഞ്ഞു. ഗണപതി പൂജയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസിന്റെ വസതി സന്ദർശിച്ചത് വിവാദമായെങ്കിലും അതൊന്നും ജുഡീഷ്യറിയിലെ തന്റെ നിഷ്പക്ഷതയെ ബാധിക്കില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഭരണകൂടങ്ങളുടെ അതിക്രിയയ്ക്ക് തടയിട്ട് പൗരാവകാശങ്ങൾ ഉറപ്പാക്കിയ ചീഫ് ജസ്റ്റിസ് ആയിട്ടാവും ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ അറിയപ്പെടുക. ഇന്ത്യയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിയമിതനായി. ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ പോലെ നിയമ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എഴുതുന്നത്. ഡൽഹി ഹൈക്കോടതിയിൽ നിന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയിലെത്തിയത്. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ദേവരാജ് ഖന്നയാണ് പിതാവ്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ വിധിയെഴുത്തിന്റെ പേരിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനം നഷ്ടപ്പെട്ട ജസ്റ്റിസ് HR ഖന്ന ഇദ്ദേഹത്തിന്റെ മാതുലനാണ്. ചീഫ് ജസ്റ്റിസ് പദവിയിൽ 6ാമത്തെ കാലാവധിയെ പുതിയ ചീഫ് ജസ്റ്റിനുള്ളൂ. 2025 മാർച്ചിൽ വിരമിക്കും. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വാർത്തകളിൽ ഇടം പിടിച്ച വർഷമാണ് കടന്നുപോയത്. ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് BJPക്കും കോർപ്പറേറ്റുകൾക്കുമാണ്. ഇലക്ട്രൽ ബോണ്ട് കോടതി റദ്ദാക്കി. പണം നൽകുന്നവരെക്കുറിച്ച് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കള്ളപ്പണം ഒഴിവാക്കാൻ ഇലക്ട്രൽ ബോണ്ടല്ല വഴിയെന്നും കോടതി അടിവരയിട്ടു. ഇന്ത്യ മതേതര രാജ്യമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി. മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് നീക്കണമെന്ന ആവശ്യം തള്ളി. ബുൾഡോസർ രാജ് വേണ്ടെന്ന് കോടതി സർക്കാരുകളോട് പറഞ്ഞു. കേസിൽ പ്രതിയായ ഒരാളുടെ കെട്ടിടം ഇടിച്ചു നിർത്തുന്നത് കാട്ടുനീതിയാണെന്നും തുടർന്നാൽ പണി കിട്ടുമെന്നും സർക്കാരുകളെ ഓർമ്മിപ്പിച്ചു. ആരാധനാലയ നിയമം ചോദ്യം ചെയ്തുള്ള കേസിലും കോടതി ഇടപെട്ടു. മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ സർവേകളും തുടർ ഹർജികളും തടഞ്ഞു.
വ്യക്തികളുടെ എല്ലാ സ്വത്തും പൊതു ആവശ്യത്തിന് ഏറ്റെടുക്കാനാവില്ലെന്ന് ഉത്തരവിട്ട് സ്വത്തിൽ പൗരന്റെ അവകാശത്തിന് സംരക്ഷണം ഉറപ്പാക്കി. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഉപസംവരണം ഏർപ്പെടുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകി. UP മദ്രസ നിയമം കോടതി ശരിവെച്ചു. മദ്രസകൾ ഔപചാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണെന്ന് വ്യക്തമാക്കിയ കോടതി മദ്രസകളിലെ പഠനം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരല്ലെന്ന് വിധിച്ചു. അലിഗഡ് മുസ്ലിം സർവകലാശാല ന്യൂനപക്ഷ സ്ഥാനം തന്നെയാണെന്ന് അടിവരയിട്ടു. ന്യൂനപക്ഷ പദവി റദ്ദാക്കണമെന്ന കേന്ദ്ര ആവശ്യം തള്ളി ബിൽക്കീസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളുടെ ശിക്ഷ ഇളവ് റദ്ദാക്കി. പ്രതികളെ വിടാൻ സർക്കാരിന് അധികാരമില്ലെന്ന് വിധിച്ചു. 11 പ്രതികളെയും തിരികെ ജയിലിലടച്ചു. 2024 രാജ്യത്ത് പ്രധാനപ്പെട്ട 5 ട്രെയിൻ അപകടങ്ങളാണ് നടന്നത്. ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലും ഉത്തർപ്രദേശിലെ ഗോണ്ടയിലും കാൺപൂരിലും ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിലും തമിഴ്നാട്ടിലെ കവലപ്പേട്ടയിലുമായിരുന്നു അപകടങ്ങൾ. യാത്രാവണ്ടിയിൽ ചരക്ക് തീവണ്ടി ഇടിച്ചു കയറിയതും പാളം തെറ്റിയതുമായി അപകടങ്ങൾ. ഈ അപകടങ്ങളിൽ 17 പേരാണ് മരിച്ചത്. 100-ലധികം പേർക്ക് പരിക്കേറ്റു. സിഗ്നൽ തകരാറാണ് കൂട്ടിയിടിക്ക് പ്രധാന കാരണം. 2023 തന്നെ അപേക്ഷിച്ച് ട്രെയിൻ അപകടങ്ങൾ പൊതുവെ കുറഞ്ഞതായി കാണാം. 2024 രാഷ്ട്രീയം, കല, സിനിമ മേഖലകളിൽ ഇന്ത്യക്ക് തീരാ നഷ്ടം സംഭവിച്ച വർഷം കൂടിയാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കർണാടക മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണ, തബലിസ്റ്റ് സാക്കിർ ഹുസൈൻ, സംവിധായകൻ ശ്യാം നഗ് എന്നിവരാണ് 2024 രാജ്യത്തിന് നഷ്ടമായത്. സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയ പ്രവേശവും പ്രധാനമന്ത്രി ലബ്ധിയും അപ്രതീക്ഷിതമായിരുന്നു. രാജ്യത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയ മൻമോഹൻ സമ്പദ് വ്യവസ്ഥയെ ഉടച്ചുവാർത്തു. മൻമോഹൻ തുടങ്ങിവച്ച ഉദാരവൽക്കരണ സാമ്പത്തിക നടപടികളാണ് പുതിയ കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിത്തറയിട്ടത്. I, Manmohan Singh, do swear in the name of God that I will bear true faith and allegiance to the Constitution of India. ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശില്പി എന്ന വിശേഷണം മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധനെ ലോകമെങ്ങും അടയാളപ്പെടുത്തി. രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവേശനം. 1991 നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായി ചുമതലയേറ്റതോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സുവർണകാലമായി. കയറ്റുമതി തീരുവ കുറച്ചതും പെർമിറ്റ് രാജ് നിരോധിച്ചതും സാമ്പത്തിക സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി കേന്ദ്രത്തിന് കീഴിലാക്കിയതും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു. 2004 പൊതു തെരഞ്ഞെടുപ്പോടെയാണ് മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കെത്തുന്നത്. UPA സർക്കാരിന്റെ അപ്രതീക്ഷിത നീക്കത്തിലൂടെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കാതിരുന്ന മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലെത്തി. പിന്നീട് കണ്ടത് സാമ്പത്തിക മേഖല ഉയരത്തിന്റെ കൊടുമുടിയിലെത്തുന്നതാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ GDP വളർച്ചാ നിരക്കായ 9% ദേശീയ തൊഴിലുറപ്പ് നിയമം, വിവരാവകാശ നിയമം നടപ്പിലാക്കിയതും വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റവും മൻമോഹൻ സിംഗിന്റെ നേട്ടങ്ങളാണ്. 2009 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ വീണ്ടും ഭരണത്തിലെത്തിയതോടെ നെഹ്റുവിന് ശേഷം ഭരണത്തിൽ 5 വർഷം പൂർത്തിയാക്കി തുടർ ഭരണം നേടുന്ന ആദ്യ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് മാറി. രണ്ടാം UPA സർക്കാരിന്റെ കാലത്തുയർന്ന 2G സ്പെക്ട്രം അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ സർക്കാരിന്റെ ശോഭ കെടുത്തിയെങ്കിലും മൻമോഹൻ സിംഗിന്റെ സംശുദ്ധിയെ എതിരാളികൾ പോലും തള്ളിപ്പറഞ്ഞില്ല. 1998 മുതൽ 2004 വരെ BJP ഭരണത്തിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായും മൻമോഹൻ തുടർന്നു. പഞ്ചാബ് പ്രവിശ്യയിലെ ചാക്വാളിലെ ഗാഹ് ഗ്രാമത്തിൽ 1932 സെപ്റ്റംബർ 26 മൻമോഹന്റെ ജനനം. ഗാഹിലെ എലിമെന്ററി സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസം കടന്ന് ധനതത്വശാസ്ത്രത്തിലും മികവ് നേടിയ മൻമോഹൻ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ ഉപരിപഠനവും നേടി. ധനവകുപ്പിൽ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന മൻമോഹൻ സിംഗ് 1982 റിസർവ് ബാങ്ക് ഗവർണർ എന്ന പദവിയും അലങ്കരിച്ചിട്ടുണ്ട്. രാജ്യത്തെ പുതിയ കാലത്തേക്ക് നയിച്ച് സാമ്പത്തിക ശക്തിയാക്കിയ ഭരണാധികാരിയുടെ വിടവ് രാജ്യത്തിന് തീരാ നഷ്ടമാണ്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. മനുഷ്യപ്പറ്റുള്ള മുതലാളി, അതാണ് രത്തൻ ടാറ്റ, ഇന്ത്യൻ വ്യവസായത്തെ ഭീഷ്മാചാര്യൻ.
2024 പല വേർപാടുകളും ഇന്ത്യക്കുണ്ടായെങ്കിലും പുതുതലമുറയെ ഉലച്ച മരണം രത്തൻ ടാറ്റയുടേതാണ്. 33 വർഷം അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിന്റെ അമരക്കാരനായിരുന്നു. ടാറ്റയുടെ ഉൽപ്പന്നം എത്താത്ത വീടുകൾ ഉണ്ടാവില്ല ഇന്ത്യയിൽ. ഉപ്പു തൊട്ട് കർപ്പൂരം വരെ, സൂചി തൊട്ട് വിമാനം വരെ, ടാറ്റ പടർന്നു കയറിയ മേഖലകളിൽ ടാറ്റ ആഗോള വ്യവസായത്തിന്റെ ചുവടുറപ്പിച്ചത്. രത്തൻ ടാറ്റ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ ലാഭത്തിന്റെ അത്രയും വരും ടാറ്റ ജീവകാരുണ്യം മുടക്കിയ വിഹിതം. ഇന്ത്യയിലെ സാധാരണക്കാരന്റെ യാത്രാക്ലേശങ്ങൾ കണ്ടാണ് നാനോ കാർ നിർമ്മിച്ചത്. വ്യവസായ ലോകത്ത് ഇനിയൊരു രത്തൻ ടാറ്റ ഉണ്ടാവില്ല. വേർപാടുകളും ദുരന്തങ്ങളും രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വങ്ങളും ഒന്നും ഒഴിവാക്കാനാവില്ലെങ്കിലും 2025 പ്രത്യാശയുടെയും പങ്കുവെക്കലിന്റെയും ചേർത്തുപിടിക്കലിന്റെയും വർഷമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.